ഇനി വായനശാലയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ സിനിമ നിർമ്മിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. പണം കണ്ടെത്താനായിട്ട് കുറച്ച് കുട്ടികൾ ഉന്തുവണ്ടിയുമായി അങ്ങ് രംഗത്തിറങ്ങി. ഒരു ദിവസം കൊണ്ട് ശേഖരിച്ചത് ആയിരക്കണക്കിന് രൂപയുടെ ആക്രിസാധനങ്ങളാണ്. കണ്ണൂർ പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാല ബാലവേദിയുടെ കുട്ടികളാണ് ജനകീയ സിനിമയ്ക്കായി രംഗത്തിറങ്ങിയത്. വായനശാല പരിധിയിലെ മുഴുവൻ വീടുകളിലും കയറി പത്രങ്ങളും പഴയ ആക്രി സാധനങ്ങളും ശേഖരിച്ചു. ടി ദീപേഷ് സംവിധാനം ചെയ്യുന്ന സുദീപ്തം എന്ന സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് കുട്ടികൾ മുന്നിട്ടിറങ്ങിയത്. ശേഖരിച്ച സാധനങ്ങൾ വിൽപ്പന നടത്തി ലഭിക്കുന്ന തുക സിനിമാ നിർമ്മാണത്തിന് നൽകാൻ ഒരുങ്ങുകയാണ് ബാലവേദി പ്രവർത്തകർ. നമ്മുടെ വായനശാല നിർമ്മിക്കുന്ന ഒരു ജനകീയ സിനിമയ്ക്ക് ആവശ്യമായ കാശ് കണ്ടെത്താനാണ് നമ്മൾ രാവിലെ മുതലേ എല്ലാ വീടുകളിൽ നിന്നും ഈ പഴയ സാധനങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. ആദ്യമായാണ് ഒരു വായനശാല ജനകീയ സിനിമാ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. സുദീപ്തം എന്ന് പേരിട്ട ഈ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാ വിഭാഗം ജനങ്ങളും ഈ സിനിമയുടെ ഭാഗമായി മാറുകയാണ്. ഈ വായനശാല പരിധിയിലെ മുഴുവൻ വീടുകളിൽ നിന്നും ഉച്ചഭക്ഷണം പൊതിച്ചോറായി ശേഖരിച്ചുകൊണ്ടാണ് ഈ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസങ്ങളിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഒരുക്കുന്നത്. സെപ്റ്റംബർ 20 മുതൽ 30 വരെയാണ് സിനിമയുടെ ചിത്രീകരണം. പിണറായി വെസ്റ്റ്, മേലൂർ കലാമന്ദിരം, ചക്കരക്കൽ, പാതിരിയാട് എന്നിവിടങ്ങളാണ് ലൊക്കേഷനുകൾ. മാതൃഭൂമി ന്യൂസ് കണ്ണൂർ. ഫെലിക്സ് പുള്ളിക്കലാണ് നമ്മുടെ കൂടെയുള്ളത്. ഫെലിക്സ്, ആ കുഞ്ഞുങ്ങൾ ആദ്യം പറയുന്നത് തന്നെ, ഒരു വീടിന് മുന്നിൽ ചെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. ഒരു പക്ഷേ ആ വായനശാല നിർമ്മിക്കുന്ന സിനിമയുടെ ഏറ്റവും വലിയൊരു പിൻബലം ഇതേപോലുള്ള കുഞ്ഞുങ്ങൾ അവർ ശേഖരിക്കുന്ന ഒരു ധനം കൂടിയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു നാടൊന്നാകെ ആ സിനിമയ്ക്ക് വേണ്ടി കൈകോർക്കുന്നു അല്ലേ. ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നത് മാത്രമല്ല, ആ ഷൂട്ടിങ്ങിനിടയിൽ ഭക്ഷണമൊക്കെ ആണെങ്കിലും ആ നാട്ടിലെ ഓരോ വീട്ടിലുള്ളവരുമൊക്കെ ആണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ടോ? സിനിമ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ള ഒന്നാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മുൻപിലാണ് ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നു, അതിനായി പണം സ്വരൂപിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നൊരു ചോദ്യം എത്തുന്നത്. തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആവേശപൂർവ്വമാണ് അതിനെ അവർ ഏറ്റെടുത്തത്. അങ്ങനെയാണ് അതായത് പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാലയിലെ ബാലവേദി അതിൻ്റെ ഭാഗമായ കുട്ടികളൊക്കെ തന്നെ ഒത്തുചേർന്ന് ഒരു ദിവസം അവരിങ്ങനെ ആക്രി ശേഖരിക്കാനാണ് എത്തിയത്. അങ്ങനെ ഈ വായനശാല പരിധിയിലെ വീടുകളിലെല്ലാം അവർ കയറിയിട്ട് ഒരു ഉന്തുവണ്ടിയായിട്ടാണ് കയറുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ആളുകളോട് എന്തെങ്കിലും സഹായം, ഇതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നു. അങ്ങനെ വലിയ സഹായം ആളുകളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു. പഴയ പത്രങ്ങൾ, മറ്റ് സാധനങ്ങൾ, പിന്നെ ആക്രി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ കുട്ടികൾ ശേഖരിച്ചത്. അങ്ങനെ ശേഖരിച്ച് ഇത് വിൽപ്പന നടത്തി അതിൽ നിന്നും കിട്ടുന്ന പണം, അത് കുറവാണെങ്കിലും എത്രയാണെങ്കിലും തീർച്ചയായിട്ടും അതൊരു ഒരു നാട്ടിന് പുറത്തെ അല്ലെങ്കിൽ ഒരു ജനകീയ സിനിമയാണ്. അപ്പം അധികം ഒരു പക്ഷേ ചിലവുണ്ടാവില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പണം കൂടി തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒന്നാണ്. ഏതായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഏറ്റെടുത്ത് അവർ വളരെ ആവേശപൂർവ്വം അത് പൂർത്തിയാക്കിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിത്രീകരണം തുടങ്ങാൻ പോകുന്നു. അതായത് ഈ പിണറായി വെസ്റ്റ്, ചക്കരക്കൽ, പാതിരിയാട് തുടങ്ങിയ മേഖലകളിലാണ് സിനിമയുടെ ചിത്രീകരണമൊക്കെ തന്നെ നടക്കുക. അവിടെയൊക്കെയാണ് ലൊക്കേഷൻ. ഏതായാലും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു കാര്യം കുട്ടികൾ അത് ഏറ്റെടുത്തത് ആവേശം. ശരിയാണ്, കുഞ്ഞുങ്ങൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.